വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ഇന്ന് ക്ലാസ് 10ന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ ഈസ് 6 cm. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് thrown into a wire of diameter 2 mm. The length of the wire is dash. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ. അപ്പൊ നമുക്കൊരു സ്ഫിയർ വരയ്ക്കാം. അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 6 cm ആണ് തന്നിരിക്കുന്നത്. 6 cm ആണെങ്കിൽ അതിന്റെ റേഡിയസ് എത്ര വരും? റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ. r is equal to 6 divided by 2 is equal to എന്താണ്? 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് 3 cm എന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് thrown into a wire of diameter 2 mm. എന്നിട്ട് ഈ സ്പിയറിനെ കട്ട് ചെയ്ത് നമ്മൾ വയർ ആക്കിയിട്ട് സ്പിയറിനെ മെൽറ്റ് ചെയ്ത് ഇറ്റ് ഈസ് മെൽറ്റ് സ്പിയറിനെ മെൽറ്റ് ചെയ്ത് വയറിലേക്ക് ആക്കി മാറ്റി. എന്നിട്ട് അതിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ലെങ്ത് കണ്ടുപിടിക്കണം. പക്ഷെ ഇതിന്റെ സ്പിയറിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2 mm ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 2 mm ആകുമ്പോൾ നമുക്ക് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ 2 അല്ലെ. 2 divided by 2 is equal to 1 mm അല്ലെ. 1 mm തന്നിട്ടുണ്ട്. 1 mm എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.1 cm അല്ലെ. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? രണ്ടിന്റെ, അതായത് സ്പിയറിന്റെയും മെൽറ്റ് ചെയ്ത വയറിന്റെയും അല്ലെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് വോളിയം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നമുക്ക് ഫോർമുല വരുന്ന? വോളിയം ഓഫ് ദി വയർ അല്ലെ. വോളിയം ഓഫ് വയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്പിയർ അല്ലെ. വോളിയം ഓഫ് ദി വയർ ഈക്വൽ ആയിരിക്കും വോളിയം ഓഫ് ദി സ്പിയർ എന്ന് പറയുന്നത് അല്ലെ. സ്പിയർ എന്നുള്ളത്. അപ്പൊ വോളിയം ഓഫ് ദി വയറിന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. സിലിണ്ടറിക്കൽ ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? പൈ r സ്ക്വയർ L is equal to എന്തെന്ന് എഴുതാം നമുക്ക്? വോളിയം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ 4/3 പൈ r ക്യൂബ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് പൈ r സ്ക്വയർ L is equal to 4/3 പൈ r ക്യൂബ് അല്ലെ. നമുക്ക് ഇതിനകത്ത് അതായത് വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാ കിട്ടിയിരിക്കുന്നത്? അതായത് 0.1 cm. ദെൻ സ്പിയറിന്റെ വരുമ്പോഴത്തേക്കും സ്പിയറിന്റെ റേഡിയസ് തന്നിരിക്കുന്നത് നമുക്ക് 3 ആണ് അല്ലെ. 3 cm കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൈ ഇൻറ്റു r സ്ക്വയർ. r സ്ക്വയർ എന്ന് പറയുന്നത് 0.1 the whole square into L is equal to 4/3 into pi into r cube. r cube എന്ന് പറയുന്നത് 3. സ്ഫിയറിന്റെ ആകുമ്പോൾ 3 the whole cube. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ. ദെൻ പൈ ഇൻറ്റു 0.1 the whole square into L is equal to ഇതിന്റെ നമ്മൾ ഒരു 3 ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. 3യും 3യും പോയി ബാക്ക്പോട്ട് ഇവിടെ 3 സ്ക്വയർ വരും. അപ്പം 4 ഇൻറ്റു പൈ ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വരും. ഇതിൽ നമുക്ക് ഈ പൈയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി പോയിട്ട് നമുക്ക് L is equal to 4 ഇൻറ്റു 3 ഇൻറ്റു 3 divided by 0.1 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 0.1 ഇൻറ്റു 0.1. ഇനി നമുക്ക് പോയിന്റ് മാറ്റാനായിട്ട് 0.1 ആകുമ്പോൾ 10 ഇൻറ്റു 10. അതായത് 0.1 എന്നെ നമുക്ക് പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 0.1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്ന? 4 ഇൻറ്റു 3. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 36 അല്ലെ. 36 അതായത് 10 0 രണ്ട് 0 36 3600 എന്ന് കിട്ടും. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യന് സെന്റിമീറ്ററിന്റെ വല്ലതും കിടപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഇവിടെ കിടക്കുന്നത്? മീറ്റർ ആണ് അല്ലെ. സെന്റിമീറ്റർ നമുക്ക് മീറ്ററിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? 3600 ഡിവൈഡഡ് ബൈ 100. ഈ രണ്ട് 0യും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി പോയിട്ട് 36 മീറ്റർ. അപ്പം ലെങ്ത് എത്ര കിട്ടി നമുക്ക്? ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് എത്ര കിട്ടിയ? 36 മീറ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ എവിടെയുണ്ടോ നോക്കിക്കേ. C ഓപ്ഷനിലുണ്ട്. 36 ആണ് അതിന്റെ ആൻസർ കിട്ടുന്നത്.
Second question നോക്കാൻ volume of two sphere are in the ratio 64:27. Then the ratio of their surface area ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷനും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, ഗിവൺ ചെയ്തിരിക്കുന്നത് എന്താണ്, വോളിയം ഓഫ് ദി സ്ഫിയർ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, റേഡിയസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് ദിയർ സർഫേസ് ഏരിയ അതും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ലെറ്റ് R1 and R2 are the radii of two spheres. R1 R2 നമ്മൾ സ്ഫിയറിന്റെ റേഡിയൈ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഗിവൺ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ഗിവൺ വോളിയം V1 is to V2 is equal to രണ്ടെണ്ണത്തിനകത്ത് ഫസ്റ്റ് സ്ഫിയറിന്റെ സെക്കൻഡ് സ്ഫിയറിന്റെ V2 is equal to 64 is equal to 27 നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഫസ്റ്റ് വോളിയം ഡിവൈഡ് ബൈ സെക്കൻഡ് വോളിയം, അതായത് ഒന്നാമത്തെ വോളിയം ഡിവൈഡ് ബൈ രണ്ടാമത്തെ വോളിയം എടുക്കുമ്പോൾ നമുക്ക് 64 ഡിവൈഡ് ബൈ 27 കിട്ടും അല്ലെ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് റേഷ്യോ ഓഫ് ദ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, നമുക്ക് 4/3 പൈ R1 സ്ക്വയർ divided by 4/3 pi R2 square is equal to 4/3 pi R1 cube കേട്ടോ. 4/3 pi R cube ആണല്ലോ. 4/3 pi R1 cube divided by 4/3 pi R2 cube is equal to 64 divided by 27 അല്ലെ. നമുക്ക് നോക്കിയേ, ഈ ഫോറും കൂടെ ക്യാൻസൽ ചെയ്യാം, then 3യും കൂടെ ക്യാൻസൽ ചെയ്യാം, പൈയും ക്യാൻസൽ ചെയ്ത് പോകാം. therefore R1 cube divided by R2 cube is equal to എന്താന്ന് പറയുന്നത് 64 divided by 27 എന്ന് കിട്ടും അല്ലെ. നമുക്ക് R1 cube divided by R2 cube is 64 divided by 27 ആണെങ്കിൽ then R1 divided by R2 എത്ര വരും, R1 divided by R2 എന്ന് പറഞ്ഞാൽ എന്താണ്, 64 എന്താണ് വരുന്നത്, 4 cube അല്ലെ. 4 cube divided by 27 3 cube അതാണല്ലോ നമുക്ക് ഇതിനെ ഫാക്ടേഴ്സിന്. അപ്പൊ നിങ്ങൾക്ക് അത് R1 cube divided by R2 cube ആണ് ഇങ്ങനെ വരുന്നത്. therefore R1 divided by R2 എങ്ങനെ വരും, is equal to 4/3 അല്ലെ. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 64 divided by 27 ആണ്, അതായത് 4/3 വരും. therefore R1 divided by R2 is equal to R1 is to R2 is equal to 4:3 എന്ന് വരും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒന്നുകൂടെ അത് ചെയ്ത് പഠിക്കണം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.